പുറത്തിറങ്ങ. എന്റെ മകന്റെ കരച്ചിൽ കേട്ട് നീ അവനെ പോയി നോക്കേണ്ട കാര്യമില്ല. നിനക്കുള്ള സ്ഥാനം പുറത്താണ്. ഇറങ്ങ. കുറച്ചു മുമ്പ് നീ എന്നോട് പറഞ്ഞ കണക്കുകൾ എന്റെ മനസ്സിലെ കണക്ക് പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അത് നമുക്ക് തീർക്കാം. ഡേ, പത്മ തീർത്തു തരും. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ആവേശം അവൾക്ക് കെട്ടടങ്ങാനൊന്നും പോകുന്നില്ല. അതേ വാശി തന്നെ ഉണ്ടാവണം നമ്മുടെ മനസ്സിലും. മമ്മി പേടിക്കണ്ട. എത്ര ദിവസം ഉറങ്ങാതിരുന്നാലും ശരി, അവളെ ഞങ്ങൾ ഈ പടി ചവിട്ടിക്കില്ല. ഹലോ ഹലോ പത്മ, ഞാൻ നന്ദിനിയുടെയും രാജുവിന്റെയും ഫോണിൽ വിളിച്ചിരുന്നു. അവരെ കിട്ടുന്നില്ലല്ലോ. കാര്യം എന്താണെന്നറിയില്ല. അവരവിടെ ഇല്ലേ? ഉണ്ട്. പിന്നെന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? താൻ ഇപ്പൊ തന്നെ രണ്ടുപേരോടും ഫോൺ ഓൺ ചെയ്ത് വെക്കാൻ പറയണം. ചിലപ്പോ തിക്കും തിരക്കിന്റെ ഇടയിൽ ചാർജ് പോയിട്ട് അറിയാതെയും മറ്റും ആയിരിക്കും. നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ റൂമിലാ. ഭക്ഷണം കഴിഞ്ഞോ? കഴിച്ചു. എന്നാ പിന്നെ ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ തന്നെ ഇറങ്ങേണ്ടല്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം പത്മ. താനൊരു കാര്യം ചെയ്യും, നന്ദിനിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? നന്ദിനി രാജുവിനെ ഫോണിൽ കിട്ടാത്തോണ്ട് മാത്രമാണോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? എന്താ പത്മ ഈ പറയുന്നത്? എനിക്കറിയാം. ഇവിടെ നിന്നൊക്കെ പോയാലും അവര് പറയുന്ന കള്ളക്കഥയൊക്കെ അല്ലേ നിങ്ങൾക്ക് കേൾക്കേണ്ടത്. ഈ നേരം വരെ ആ സൂര്യയെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ? അവന്റെ അസുഖത്തിനെ കുറിച്ച് ചോദിച്ചോ? ഞാനത് ചോദിക്കില്ലേ? അവന്റെ കാര്യം എനിക്ക് അത്ര പ്രധാനപ്പെട്ടതല്ലേ? എനിക്കറിയില്ല നിങ്ങളുടെ മനസ്സിലിപ്പോ ആർക്കൊക്കെയാ പ്രാധാന്യം. ശരി, അവനിപ്പോ എങ്ങനെയുണ്ട്? അവനിപ്പോ ഉറങ്ങാം. അവൻ സംസാരിച്ചോ? ആ, കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ കുറച്ച് സമയം എടുക്കും. പത്മ, ഒരുപാട് സൂക്ഷിക്കണം. അവന്റെ അസുഖത്തിന്റെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോ അവൻ വാശിയൊക്കെ കാണിച്ചെന്ന് വരാം. അതൊരു വൈരാഗ്യമായിട്ടൊന്നും ആരുടെ മനസ്സിലും ഉണ്ടാവരുത്. അവൻ എന്റെയും മോനാ. ഭാഷയും വൈരാഗ്യമൊക്കെ അവൻ എന്നോട് കാണിച്ചാലും ഈ ഒരു അവസ്ഥയിൽ എന്റെ ഭാഗത്തുനിന്നൊന്നും തിരിച്ചുണ്ടാവില്ല. നല്ല കാര്യം. അതുപോലെ തന്നെ ആയിരിക്കണം നന്ദിനിയോടുള്ള തന്റെ പെരുമാറ്റവും. പിന്നെ നന്ദിനിയോട് അടുക്കള ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറയണം. അവള് പൂർണ്ണമായിട്ടും സൂര്യയുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും രാജു തന്നെ ചെയ്യട്ടെ. പത്മ, ഒന്ന് നല്ല മനസ്സോടെ ചിന്തിക്കാൻ തീരുമാനിച്ച നന്ദിനിയുടെ നല്ല മനസ്സ് തനിക്ക് മനസ്സിലാവും. നമ്മൾ സൂര്യയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത് അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ? നന്ദിനിയോളം ആർക്കും അത് പറ്റില്ല. കഴിഞ്ഞോ? അവളെ വാഴ്ത്തിപ്പാടൽ കഴിഞ്ഞോ? പത്മ, എന്താ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്താ കൂടുതൽ പറഞ്ഞ് അവളെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനാണോ? അവളുടെ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾ എനിക്ക് വിളമ്പി തരല്ലേ?
എത്ര വലിയ സിംഹാസനത്തിൽ നിങ്ങൾ അവളെ എടുത്തു വച്ചാലും അവള് കൂലി വേലക്കാരനായ സുദേവന്റെ മകള് തന്നെയാ. അതിലൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് പറ്റുമോ? പത്മ, ദേ, സൂര്യയുടെ ചികിത്സയ്ക്ക് ഇവിടെ ഒരു മുടക്കവും വരില്ല. അതാലോചിച്ച് നിങ്ങൾ അവിടെ വിഷമിക്കണ്ട. നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് റെസ്റ്റ് എടുത്തേ, എന്നിട്ട് നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുക. ഓരോരുത്തര് അവനവന്റെ കാര്യം ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടന്നോളൂ. പത്മ, നന്ദിനിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ? അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവള് വിളിക്കും. ഞാനായിട്ടൊന്നും പറയില്ല. ദയവ് ചെയ്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. നന്ദിനി അവിടെ തന്നെ ഉണ്ടാവും. നന്ദിനി അവിടെ ഉണ്ടാവും. മമ്മി, മമ്മി, എന്താ? മമ്മിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മമ്മി പോയി കിടന്നോ, ഞാനിവിടെ ഇരുന്നോളാം. ഏയ്, നീ ഇവിടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഉറങ്ങില്ല മമ്മി. അവള് മുകളിലേക്ക് പോവുകയില്ല. മമ്മി വെറുതെ BP കൂട്ടണ്ട, പോയി കിടക്ക്. ഒന്നോ രണ്ടോ രാത്രികളിൽ ഉറക്കം ഒഴിച്ചുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. എനിക്ക് ഉറങ്ങാതിരിക്കാനേ അവളുടെ കുടുംബത്തിനോടുള്ള വാശി മാത്രം മതി. നിന്റെ ഡാഡി അടക്കമുള്ള ആളുകൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ എളുപ്പ. പക്ഷേ അവരാരും മനസ്സിലാക്കാത്ത ഒന്നുണ്ട്. ഒരു സമൂഹം ഒരാൾക്കോ കുടുംബത്തിനോ തരുന്ന ഒരു വില.